ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പാലയ്ക്ക മാല. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ആദ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം. ഇത് കണ്ട്, ഇത് പ്രസ്സിങ് പ്ലെയർ, പിന്നെ ആ ഗ്രീൻ കളറിലിരിക്കുന്നത് കട്ടിംഗ് പ്ലെയർ. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യം വേണ്ട രണ്ട് സാധനങ്ങളാണ്. ഇനി പറയുന്നത് ഗിയർ വയർ എന്നാണ്. ഗിയർ വയർ ഇത് നമുക്ക് റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിതെല്ലാം ജനതാ ജെംസ് എന്ന് പറഞ്ഞ കായംകുളത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഗിയർ ലോക്ക് കണ്ടു. ഈ ഗിയർ വയർ അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഈ നൂലിലൊക്കെ കെട്ടിടത്തില്ലേ, അതേപോലെ ഈ വയറായതുകൊണ്ട് നമുക്ക് കെട്ടാൻ പറ്റില്ല. പകരം നമ്മൾ ആ ഗിയർ വയർ, അത് കൊച്ചു മുത്താണ്, അത് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് ലോക്കായിക്കോളും. പിന്നെ ഞാനിത് സെറ്റായിട്ട് അതിൻ്റെ സ്റ്റോൺസ് വാങ്ങിച്ചതാണ്. അത് ആ ജനതാ ജെംസ് എന്ന് പറഞ്ഞ കടയിൽ തന്നെയാണ്. എനിക്കൊന്നും ഇവിടെ കായംകുളത്ത് മറ്റ് കടകളിലൊന്നും ഇങ്ങനെ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല. ഇത് വളരെ ഒത്തിരി കളക്ഷനുള്ള ഒരു കടയാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് കൊരുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിനകത്ത് ഈ സ്റ്റോൺസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പം ഞാനൊരു മെറൂൺ കളറിലെ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂവും പിന്നെ ഗ്രീൻ അങ്ങനെ പല കളറിലെ അവിടെ അവൈലബിളാണ്. ഞാൻ 120 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ ഒരു മാല വാങ്ങിക്കുവാണെങ്കിൽ ഇത്രയും ഈ സ്റ്റോൺസ് ഉള്ള മാല വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 400 റേഞ്ചെങ്കിലും വരും. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ ഒരു മാല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കണ്ടോ, അതിനായിട്ട് നമ്മൾ ഗിയർ വയർ ആദ്യം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൽ ഒരു വൈറ്റ് കളറിലെ സ്റ്റോൺ ഉണ്ട്. അതാണ് രണ്ട് എൻഡിലും വരേണ്ടത്. അപ്പോൾ ആ സ്റ്റോണിൽ 2 ഹോളുണ്ട്. ആ ഹോളിലൂടെ ഇത് കടത്തി വിട്ടിട്ട് അതിൻ്റെ ഈ മടക്കിയ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ അകത്തോട്ടങ്ങ് ടൈറ്റാക്കി വെക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള സ്റ്റോൺസ് എല്ലാം ഇങ്ങനെ ഓർഡറിൽ വെച്ചിരിക്കുകയല്ലേ, അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കൊരുത്തെടുക്കണം. ആദ്യം എനിക്ക് കുറച്ചൊരു പ്രയാസമായിരുന്നു, കാരണം വളരെ ചെറിയ ഹോൾസാണ്, നമ്മുടെ കണ്ണ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചൊരു 2-3 എണ്ണമൊക്കെ കോർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. ആദ്യം ഞാൻ വിചാരിച്ചു കൈവിട്ട് പോയി, ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ ഓക്കെ ആയി. അത് ഓർഡറും തെറ്റല്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ കുറച്ച് കോർത്ത് കഴിയുമ്പോഴായിരിക്കും ഇടയ്ക്ക് ഒരെണ്ണം തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഫുൾ അഴിക്കേണ്ടി വരും. അതുകൊണ്ട് കോർക്കുമ്പം തന്നെ കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ വരത്തക്ക വിധത്തിൽ നമ്മൾ കോർത്തെടുക്കണം. ഒരു 2-3 എണ്ണമൊക്കെ കോർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഈസിയായി തോന്നും. നമ്മൾ സ്വന്തമായിട്ടൊരു മാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടുമ്പോൾ ഒരു സന്തോഷമില്ലേ, എനിക്കിങ്ങനെ ഈ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഞാൻ ബേക്കിംഗ് പഠിച്ചു. അതൊരു കോഴ്സിന് പോയി ജോയിൻ ചെയ്താണ്. പക്ഷേ അത് നല്ലതായിരുന്നു. അങ്ങനെ ഓരോ വെക്കേഷനും ഞാനിങ്ങനെ പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കാറുണ്ട്. ഇപ്രാവശ്യം അത് ജ്വല്ലറി മേക്കിംഗ് ആണ്. ഇനിയും ഞാനിതെല്ലാം കോർത്തെടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റിലും ഇതിൻ്റെ 2 അറ്റത്തും നമ്മൾ ആ വൈറ്റ് സ്റ്റോണാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ലോക്ക് ചെയ്യണം. നൂലാണെങ്കിൽ നമ്മൾ കെട്ടിയാൽ മതിയല്ലോ. ഇത് പക്ഷേ വയറാകുമ്പം കെട്ടാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഗിയർ ലോക്ക് എന്ന് പറയും. അത് ചെറിയ മുത്തുകളാണ്. അതിൽ ഒരു മുത്തെടുത്ത് ആ മുത്തിലേക്ക് 2 അറ്റവും, നമുക്കിപ്പോൾ 2 അറ്റം ഉണ്ടല്ലോ, ആ 2 അറ്റവും ആ ഒരു മുത്തിലേക്ക് കയറ്റിയിട്ട് അറ്റത്തേക്ക് ആ വൈറ്റ് സ്റ്റോൺ ഇട്ടില്ലേ, അതിൻ്റെ അടിയിൽ ഒരു സ്പേസ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളത് ടൈറ്റായിട്ട് പിടിച്ച ശേഷം പ്രസ്സിങ് പ്ലെയർ ഉണ്ടല്ലോ, പ്രസ്സിങ് പ്ലെയർ, ഈ 2 ഐറ്റം നമുക്ക് അത്യാവശ്യം വേണം, പ്രസ്സിങ് പ്ലെയറും കട്ടിംഗ് പ്ലെയറും. ആ പ്രസ്സിങ് പ്ലെയർ എടുത്തിട്ട് അതിന് അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഗിയർ ലോക്ക് അങ്ങ് നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. നല്ലതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്യത്തില്ല. അത് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റോൺസൊക്കെ നല്ല അടുപ്പിച്ച് ഇടയ്ക്ക് സ്പേസ് ഒന്നും ഇല്ലാതെ വെക്കണേ. ഇതാ കണ്ടില്ലേ, അപ്പം ഞാനിതെല്ലാം കറക്റ്റായിട്ട് വെച്ചു. ഇനി നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന ആ ഗിയർ വയർ അങ്ങ് മുറിച്ച് കളയണം. പിന്നെ നമുക്ക് ലാസ്റ്റ്ലി ഒരു എക്സ്റ്റൻഷൻ വേണ്ടിയിട്ടുള്ള
ചെയിനുണ്ട്. അതും ഞാൻ ആ ജനതാ ജംസിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ മിക്കവാറും എല്ലാ ഐറ്റംസും ഉണ്ട്. മാവേലിക്കരയിലും ഈ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന കടകളൊന്നുമില്ല. പിന്നെ ഇത് നല്ലൊരു കടയാണ്, ജനതാ ജെംസ്. അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. ഹോൾസെയിലും ആണ്, ഹോൾസെയിൽ കടയും കൂടെയാണ്. ഇത് കണ്ടില്ല, ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത സാധനം, പെട്ടെന്ന് കളറൊന്നും പോകത്തില്ല. ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു മാലയ്ക്ക് ഇട്ടിട്ട് നമ്മൾക്ക് ഇത് അഴിച്ചെടുത്ത് വേറൊരു മാല ഇടുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ അറ്റത്ത് കുറച്ച് മുത്തുകൾ ഇങ്ങനെ ഇടണമല്ലോ. അപ്പോൾ അതിന് ഗുങ്കുരൂസ് എന്നാണ് പറയുന്നത്. ഗുങ്കുരൂസ് നമുക്ക് ഗുങ്കുരു ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇതിപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ റെഡിമെയ്ഡ് വാങ്ങിച്ചാണ്. ഈ കല്ലിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു മെറൂൺ കളറിലെ ഗുങ്കുരൂസ്. അപ്പോൾ ഇതേ നോക്കിക്കേ, ഞാൻ ആ ഗുങ്കുരൂസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തു. നല്ല ഭംഗിയായിട്ടില്ലേ? എളുപ്പമാണ്. നമുക്കതിന് ചെറിയ നൂൽക്കമ്പി വെച്ചിട്ട് അതിലിങ്ങനെ കെട്ടി വെച്ചാൽ മതി. നമ്മൾ സ്വന്തമായിട്ടൊരു മാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അല്ലേ? നിങ്ങളും ട്രൈ ചെയ്യണം. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.